ജീവിതത്തിൽ വിശാലമായ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോഴാണ് സമാധാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്. നമുക്ക് ചുറ്റും വരുന്ന സാഹചര്യവുമായിട്ട് പൂർണ്ണമായിട്ടും ഇണങ്ങി ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ അയാൾക്ക് തണലാണ്. ഒപ്പമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അയാൾ തണലാണ്. ശരിയായ നല്ല ചിന്തയുണ്ടാകുമ്പോഴാണ് നല്ല കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. ചിന്തകളാണ് പ്രവൃത്തികൾക്ക് കാരണം. ശരിയായ ചിന്തയുണ്ടാകുമ്പോൾ അവിടെ ശരിയായ പ്രവൃത്തി ഉണ്ടാകും. തെറ്റായ ചിന്തയുണ്ടാകുമ്പോൾ തെറ്റായ പ്രവൃത്തി ഉണ്ടാകും. കണ്ണ് നമുക്ക് തന്നിരിക്കുന്നത് നല്ലത് കാണാനാണ്. കാത് തന്നിരിക്കുന്നത് നല്ലത് കേൾക്കാനാണ്. നാവ് തന്നിരിക്കുന്നത് നല്ലത് പറയാനാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി ഉണ്ടാകും. ശരിയായ ചിന്ത പരിശീലിച്ച് നേടാവുന്ന ഒന്ന് അല്ല. നമ്മുടെ ശരീരവും മനസ്സും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശരീരം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സ് മറ്റൊരു ഇടത്തായിരിക്കും. ആ സമയത്ത് ശരിയായ ചിന്ത ഉണ്ടാകണമെന്ന് ഇല്ല. അപ്പം ശരീരവും മനസ്സും അവിടെ ഒന്നാവണം. ശരീരം എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ ഇടത്ത് നമ്മുടെ മനസ്സ് വെക്കാൻ ആവണം. നമ്മൾ ശ്വാസത്തെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ശരീരവും മനസ്സും ഒന്നാവും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു താളം അവിടെ ഉണ്ടാകും. ആ താളം ഉണ്ടാകുമ്പോൾ മനസ്സ് ഈ നിമിഷത്തിലാണ്. അവിടെ കഴിഞ്ഞ കാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും സാന്നിധ്യം ഉണ്ടാവില്ല. ആ സമയമാണ് നമ്മൾ ജീവിതവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നത്. ജീവിതവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കരുണ, സ്നേഹം, ദയ, അനുകമ്പ. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതുമായിട്ടാണ് ബന്ധം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കാലവും ഭാവി കാലവും നമ്മുടെ മുന്നിൽ ഇല്ല. അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തും ജീവിക്കുമ്പോൾ ബന്ധമുണ്ടാക്കുന്നത് കോപം, വിദ്വേഷം, വെറുപ്പ്, അസൂയ, ഇതുമായിട്ടാണ് ബന്ധം ഉണ്ടാക്കുന്നത്. ഇത് നമ്മെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കില്ല. ഇവിടെ നമ്മൾ വെറുതെ ജീവിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിന്തകളാണ് മനസ്സിൽ നിറഞ്ഞിരിക്കുക. ചിന്തകളിൽ നമ്മൾ കുടുങ്ങി ഇരിക്കുകയാണ്. രാത്രിയും പകലും നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും ചിന്തയാണ്. ശാസ്ത്രമായാലും കലയായാലും കവിതയായാലും എല്ലാം ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചിന്തയ്ക്ക് ശക്തിയുണ്ട്. ഇവിടെ ശരിയായ ചിന്തയുണ്ട്, തെറ്റായ ചിന്തയുണ്ട്. ഏത് രീതിയിലാണ് ഞാൻ ചിന്തിക്കേണ്ടതെന്നുള്ളത്
നമ്മുടെ തീരുമാനമാണ്, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുക, ആ പ്രവൃത്തി നമ്മൾ 100% ചെയ്തിട്ടുണ്ട്. ഇനി ആ പ്രവൃത്തി ചെയ്യാനില്ല. നമ്മൾ വിശ്രമാവസ്ഥയിലിരിക്കുമ്പോൾ ആ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് ശരിയായ രീതിയിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്തോ? ഇനി എന്തെങ്കിലും ആ പ്രവൃത്തിയിൽ ചെയ്യാനുണ്ടോ? ഇനി ആ പ്രവൃത്തി കണ്ട് മറ്റൊരാൾ അഭിപ്രായം പറയുമോ? അതെന്നെ വേദനിപ്പിക്കുമോ? ഈ രീതിയിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ചിന്തയാണ്. ഈ ചിന്തയാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. അതേപോലെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജോലിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് നമുക്ക് സമാധാനം നൽകില്ല. നമ്മൾ ചിലപ്പോൾ പറയും, എൻ്റെ ജോലി കാരണം എനിക്ക് ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ചിന്തകൾ നിറഞ്ഞിരിക്കും. ശരിക്കും ജീവിതവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ജീവിതത്തെ ആസ്വദിക്കണം. ആസ്വദിക്കാനായിട്ട് പല കാര്യങ്ങൾ പ്രകൃതിയിൽ ഉണ്ട്. അതായത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇടതിങ്ങിയ മരങ്ങൾ, ചെടികൾ, അതേപോലെ അതിലെ പൂവ്, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ മനോഹരിത, അതും ആസ്വദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുക. എപ്പോഴും ജോലിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കത് ജീവിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സന്ധ്യാസമയത്ത് നിലാവിൻ്റെ വെളിച്ചത്തിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് വഴിയിൽ ഒരു കയറ് കണ്ടു. നമ്മൾ ചിന്തിക്കുന്നത് അത് പാമ്പാണെന്ന്. അത് തെറ്റായ ചിന്തയിൽ നിന്നാണ് ഈ ഭയം നമുക്ക് ഉണ്ടാകുന്നത്. അവിടെ ചിന്തകളിൽ നിന്നാണ് ഭയം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നമ്മെ വേദനിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മളോട് ചോദിക്കുക, ശരിക്ക് ആ വഴിയിൽ കാണുന്നത് പാമ്പാണെന്ന് നിനക്ക് ഉറപ്പാണോ? ഈ ഒരു ചോദ്യം നമ്മളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സ് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തും. അവിടെ ഭയത്തിൻ്റെ ചിന്തകൾ കുറയുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അതേപോലെ നമ്മൾ കഴിഞ്ഞ കാലവും ഭാവി കാലവുമായി ബന്ധപ്പെട്ട് വേദനിക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കണം, ശരിക്കും കഴിഞ്ഞ കാലവും ഭാവി കാലവും നിൻ്റെ മുന്നിൽ ഇപ്പോഴുണ്ടോ? ഈ നിമിഷമല്ലേ ഉള്ളത്? നീ എന്തിനാണ് ആ കഴിഞ്ഞ കാലവും ഭാവി കാലവുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നത്? നീ നിൻ്റെ മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുപോവാ. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദിക്കാൻ ഒരാൾ വേണം. കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് ചോദിക്കുക, എന്തിനാ ഞാൻ അത് കേൾക്കുന്നത്? എന്തിനാ ഞാനത് പറയുന്നത്? ഇതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം? ഇത് കൂടുതൽ ചിന്തകളെ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ എൻ്റെ മനസ്സ് ശുദ്ധമാക്കാതിരിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഞാൻ തന്നെ ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ശുദ്ധമായ ചിന്തകൾ അവിടെ ഉണ്ടാകുന്നത്. ഒരിക്കൽ ഒരു സന്യാസിയും തൻ്റെ ശിഷ്യനും കൂടി നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു മുൾവേലിയിൽ കുടുങ്ങിയ ഒരു പാമ്പിനെ അവർ കണ്ടു. സന്യാസി പാമ്പിനെ രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് പാമ്പ് സന്യാസിയെ കൊത്താൻ നോക്കി. അത്
നെ അവഗണിച്ച് വീണ്ടും സന്യാസി ആ പാമ്പിനെ രക്ഷിക്കാൻ നോക്കി. ആ സമയത്തും പാമ്പ് ചെറുതായിട്ടൊന്ന് കൊത്തി. ആ സമയത്ത് ശിഷ്യൻ സന്യാസിയോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് അതിനെ രക്ഷിക്കുന്നത്? അത് രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് അങ്ങേ കൊത്തുന്നത് കാണുന്നില്ലേ അങ്ങ്? സന്യാസി പറഞ്ഞു, എന്നെ എതിർക്കുക, എന്നെ വേദനിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷെ അതിനോട് കരുണ കാണിക്കുക എന്നുള്ളത് എൻ്റെ പ്രവൃത്തിയാണ്. അത് ശരിയായ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ശരിയായ ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി കാരുണ്യത്തോടെ, സ്നേഹത്തോടെ, ദയയോടെ, അനുകമ്പയോടെ ഉള്ളത് ആയിരിക്കും. നല്ല ചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ വാക്ക്, ശുദ്ധമായ പ്രവൃത്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ശുദ്ധമായ ചിന്തയ്ക്ക് എനിക്ക് എന്ത് ഈ ലോകത്തു നിന്ന് എടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സ്വാർത്ഥതയുണ്ട്. അത് ചെറിയ മനസ്സിൻ്റെ വിജയമാണ്. അതേ സമയത്ത് എനിക്ക് ഈ ലോകത്തിന് എന്ത് നൽകാൻ കഴിയുമെന്നുള്ള ചിന്ത, അത് ശുദ്ധ ചിന്തയാണ്. അവിടെ നമുക്ക് സമാധാനമുണ്ട്. നമുക്കൊപ്പമുള്ള സർവ്വജീവജാലങ്ങൾക്കും ആ ചിന്ത കൊണ്ട് സമാധാനം നൽകാൻ സാധിക്കും. ലോകത്ത് ഉണ്ടായിട്ടുള്ള പുണ്യാത്മാക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു ശുദ്ധ ചിന്തയിലും ശുദ്ധ വാക്കിലും ശുദ്ധ പ്രവൃത്തിയിലും ജീവിച്ചതുകൊണ്ടാണ് കാലങ്ങളേറെ കഴിഞ്ഞിട്ടും അവരുടെ ശരീരം ഇവിടെ നിന്ന് വിട്ടുപോയിട്ടും ഇന്നും ആളുകൾ അവരുടെ സാന്നിധ്യം അനുഭവിക്കുന്നത്. അവർ എഴുതിയ വചനങ്ങളിലൂടെ, അവരുടെ രൂപങ്ങളിലൂടെ ഒക്കെ അനുഭവിക്കുന്നത് അതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ചിന്തകളുടെ ശക്തി കുറയ്ക്കാൻ ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ഈ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം ശുദ്ധമാവുന്നത്. ആ ഒരു ശുദ്ധിയിലാണ് ജീവിതവുമായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആളുകൾ പറയും, ഞാൻ വർഷങ്ങളായി ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ എൻ്റെ ഉള്ളിൽ ചിന്തകൾ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ചിന്തകൾ നിറഞ്ഞ് ഇരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന സംഭവിക്കില്ല, അവിടെ ധ്യാനം സംഭവിക്കില്ല. അവിടെ ചിന്തകളെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ആ പ്രവൃത്തി നമ്മൾ ചെയ്യണം. എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്യുക? ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു പാത്രം കഴുകുകയാണെങ്കിൽ ഈ പാത്രം കഴുകുക എന്നുള്ള പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. അങ്ങനെ കണ്ടിട്ട് പൂർണ്ണ ശ്രദ്ധയോടെ, തുടക്കക്കാരൻ്റെ മനസ്സോടെ അതിനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും എല്ലാം നൽകി അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ചിന്തകൾ അവിടെ അടങ്ങുന്നത്. അതേ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ എത്ര സമയം ആ പ്രവൃത്തി ചെയ്താലും അതിനൊരു മൂല്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ ശ്രദ്ധയോടെ
നമ്മൾ ജീവിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് നമ്മൾ അതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ചിന്തകളുടെ ശക്തി കുറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണരുത്, കാതുകൊണ്ട് വേണ്ടാത്തത് കേൾക്കരുത്, നാവ് കൊണ്ട് വേണ്ടാത്തത് പറയരുത്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കി കൊടുക്കലിലൂടെയാണ് നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാവുന്നത്. മനസ്സിൻ്റെ ശുദ്ധിയിലാണ് സമാധാനവും ശാന്തിയും കരുണ, ദയ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുത്ത് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ